അപ്പോൾ ഇപ്പോഴത്തെ ഈ ആശ്വാസത്തിന് കാരണം പശ്ചിമേഷ്യയിലെ നിലനിൽക്കുന്ന വെടിനിർത്തലാണ്. പക്ഷേ അത് എത്ര ദിവസം എന്ന ആശങ്ക നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആശങ്ക ഇന്നും തുടരുകയാണ്. സമാധാന ചർച്ചകൾക്കായി ദോഹയിലെത്തിയ US പ്രതിനിധികളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തില്ല എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു തന്നെ നിന്നു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശാശ്വത സമാധാനത്തിനുള്ള ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയേറ്റിരിക്കുകയാണ്. 2 ആഴ്ച മുൻപ് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പായ ശേഷമേ ആണവ പദ്ധതി നിയന്ത്രണം പോലുള്ള സങ്കീർണ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാകൂ എന്നാണ് ഇറാൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാൻ കടുംപിടുത്തം തുടർന്നാൽ ഇപ്പോഴത്തെ സമാധാനം തകിടം മറിയുമോ, വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതാണ് പ്രധാന ആശങ്കയായിരിക്കുന്നത്. ആദ്യം ദോഹയിലെ ചർച്ചകൾ എങ്ങനെ നടക്കുന്നു എന്നത് നോക്കാം. ഖത്തർ പ്രധാനമന്ത്രിയുമായി അമേരിക്കൻ ചർച്ചാ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജൊറഡ് ഖാഷ്നർ എന്നിവർ കൂടിക്കാഴ്ച നടത്തി. ഇതിന് പിന്നാലെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന പരോക്ഷ ചർച്ചകൾക്കായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ ദോഹയിലെത്തി. ഇറാനുമായി സാങ്കേതിക തല ചർച്ചകൾ തുടരുകയാണെന്നാണ് വാഷിംഗ്ടണിന്റെ അവകാശവാദം. എന്നാൽ അമേരിക്കയുമായി മുഖാമുഖം ചർച്ചകൾ നടക്കുന്നില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി. ഇടക്കാല ധാരണാപത്രം നടപ്പാക്കുന്നതും മരവിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ ഫണ്ടുകൾ വിട്ടുനൽകുന്നതുമാണ് നിലവിലെ ചർച്ചകളുടെ പ്രധാന വിഷയങ്ങളെന്ന് ഇറാൻ അറിയിച്ചു. നേരിട്ടുള്ള ചർച്ച ഒഴിവാക്കുന്നതിന് കാരണമെന്താണ്? ഈ ധാരണാപത്രം യഥാർത്ഥത്തിൽ നടപ്പാക്കുമോ എന്ന കാര്യത്തിൽ ഇറാനിൽ ഭരണകൂടത്തിനുള്ളിൽ തന്നെ എതിർസ്വരങ്ങൾ ശക്തമാവുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. കടലാസിൽ വളരെ ആകർഷകമായി തോന്നുന്ന ധാരണാപത്രം, പക്ഷേ അതിന്റെ പ്രായോഗിക നടപടികൾ എവിടെ എന്ന ചോദ്യമാണ് ഇറാനിലെ ഭരണവൃത്തങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഇറാനിലെ ഭരണ നേതൃത്വത്തിനുള്ളിൽ ധാരണാപത്രത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. അമേരിക്കയുമായി നിലവിൽ ഉന്നത തലത്തിലുള്ള നേരിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇറാൻ മടിക്കുന്നത് അതുകൊണ്ടാണ്. വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞിരുന്ന ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ എവിടെയാണ്? ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ നിയന്ത്രണം എങ്ങനെയാണ്? ഇസ്രയേൽ ഇപ്പോഴും ലെബനനിൽ തുടരുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള വിഷയങ്ങൾ അത് പരിഹരിക്കപ്പെടാത്തതാണ് ഇറാന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ചർച്ചകൾക്കില്ല എന്നൊരു നിലപാട് ഇറാൻ സ്വീകരിക്കുന്നത്. നേരിട്ടുള്ള ചർച്ചകൾക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് ആ ഒരു സമ്മർദ്ദ തന്ത്രം, അതായത് ഈ MOUയിൽ പറയുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് ഇറാൻ ഇപ്പോൾ നടത്തുന്നത്. ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ നടക്കുന്ന ദോഹ ചർച്ചകളുടെ പ്രാധാന്യം എന്താണ്? അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇല്ലെങ്കിലും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സംഘർഷ സാധ്യതകൾ നിയന്ത്രിക്കാനാണ് ദോഹയിൽ നടക്കുന്ന ഇപ്പോഴത്തെ സാങ്കേതിക തല ചർച്ചകൾ ഉദ്ദേശിക്കുന്നത്. വാഷിംഗ്ടൺ ആ രീതിയിൽ ആ ചർച്ചകളെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. നേരത്തെ തീരുമാനിച്ചിരുന്ന ചർച്ചകളെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കാൻ അമേരിക്കൻ പ്രതിനിധികൾ ഈ ചർച്ചയിൽ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ചർച്ചകളിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ ഹോർമുസിനെ ചൊല്ലി വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലാണ് ഇറാനും അമേരിക്കയും തമ്മിൽ നടന്നത്. ഏതാണ്ട് യുദ്ധസമയത്തേതിന് സമാനമായ നിലയിലുള്ള ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടായി. അത് മറ്റൊരു കപ്പൽ പാത സൃഷ്ടിക്കാനുള്ള ശ്രമം അത് ഇറാനെ പ്രകോപിപ്പിച്ചതാണ്. മാത്രവുമല്ല, ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നതാണ്. ഇതിനൊക്കെ ഇറാനുമേൽ അമേരിക്ക തിരിച്ചടി നടത്തിയതാണ്. ഒപ്പം വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് നടത്തുകയും ചെയ്തു. യുദ്ധസമാനമായിരുന്നു സാഹചര്യം. അപ്പോൾ നേരിട്ട് ചർച്ചകൾ നടക്കുന്നില്ല എങ്കിൽ പോലും ആ ഏറ്റുമുട്ടലിന്റെ സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് ഈ നേരിട്ടല്ലാതെയുള്ള ചർച്ചകളിലൂടെ ഇപ്പോൾ വാഷിംഗ്ടൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഏറ്റുമുട്ടലുകളിലേക്ക് പോകരുത് എന്നതാണ് ഇപ്പോൾ വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചർച്ചകൾ നടക്കട്ടെ എന്ന നിലപാടാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇറാൻ വിസമ്മതിച്ചതിന് ശേഷവും അവിടെ മറ്റ് മധ്യസ്ഥരുമായുള്ള ചർച്ചകൾക്ക് അമേരിക്ക വഴങ്ങുന്നതിനുള്ള പ്രധാന കാരണം. ഇപ്പോഴത്തെ ചർച്ചകൾക്ക് ശേഷം നോക്കുമ്പോൾ അമേരിക്കയുടെ കോർട്ടിലാണ് ബോൾ. അമേരിക്ക എന്ത് തീരുമാനിക്കും?
ദോഹയിൽ നടക്കുന്ന അമേരിക്ക ഇറാൻ ചർച്ചകളുടെ അടുത്ത ഘട്ടം അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രം വാഷിംഗ്ടൺ എങ്ങനെ നടപ്പാക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുക. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പുരോഗതി ഇപ്പോൾ പ്രതീക്ഷിക്കാനാകില്ല. അമേരിക്ക ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതുവരെ അത് സാധ്യമല്ല എന്നതാണ് ഇറാന്റെ നിലപാട്. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രാവർത്തികമാക്കണം, അതിനുശേഷമേ മുന്നോട്ട് നീങ്ങാൻ കഴിയൂ. അപ്പോൾ പന്ത് അമേരിക്കയുടെ കോർട്ടിലാണ്. ദോഹയിലെ ചർച്ചകളെ ഇറാൻ ഉയർന്നതല രാഷ്ട്രീയ ചർച്ചകളായി കാണുന്നില്ല. ഇറാൻ പ്രതിനിധിയായി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖാരിബാദിയാണ് പങ്കെടുക്കുന്നത്. ചർച്ചകൾ പ്രധാനമായും സാങ്കേതിക വിഷയങ്ങളിലാണെന്നും അതിൽ മരവിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ സ്വത്തുക്കൾ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുന്നതെന്നുമാണ് ഇറാന്റെ നിലപാട്. ആ സ്വത്തുക്കൾ വിട്ടുകൊടുക്കാൻ അമേരിക്ക തയ്യാറാകുമോ? മറ്റ് ഉറപ്പുകൾ ഇറാന്റെ ഭാഗത്തു നിന്നും കിട്ടാതെ തന്നെ ഈ MOUയിൽ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തുമോ എന്നതാണ് അറിയേണ്ടത്. അങ്ങനെ നടത്തിയാൽ മാത്രമേ ഇനി ചർച്ചകളുടെ ഭാവി ഉറപ്പിക്കാനാകൂ എന്നതാണ് ഇറാന്റെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അമേരിക്ക ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം, ഹോർമുസിൽ എന്ത് സംഭവിക്കും? ഹോർമുസിൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ചർച്ചകൾ അലസിയാൽ കടുത്ത നടപടികളിലേക്ക് അമേരിക്ക നീങ്ങുമോ എന്ന ആശങ്കയുണ്ട്. ഇത് കേവലം ആശങ്ക മാത്രമല്ല, മറ്റ് രാഷ്ട്രങ്ങൾ അത് ഭയക്കുന്നുമുണ്ട്. ഇറാന്റെ വ്യോമപാത ഒഴിവാക്കണമെന്ന് യൂറോപ്യൻ ഏജൻസി നിർദ്ദേശിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ വിമാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ വ്യോമയാന സുരക്ഷാ ഏജൻസി. ഇറാന്റെ വ്യോമപാതകൾ ഉപയോഗിക്കരുതെന്ന് എയർലൈൻ കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാഖ്, ലബനൻ എന്നിവയുടെ വ്യോമപാതകളും ഒഴിവാക്കണമെന്ന് ഏജൻസി നിർദ്ദേശിച്ചു. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ സംബന്ധിച്ച അനിശ്ചിതത്വവും അതിവേഗം സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയും പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനമെന്നാണ് EASA അറിയിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് മേഖലയിലുടനീളം വാണിജ്യ വിമാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഏജൻസി നിർദ്ദേശിച്ചു. ജൂലൈ 1 വരെ നൽകിയിരുന്ന സംഘർഷ മേഖലാ മുന്നറിയിപ്പ് ഇപ്പോൾ ജൂലൈ 8 വരെ നീട്ടിയതായും EASA വ്യക്തമാക്കിയിട്ടുണ്ട്. ബോട്ട് യാത്രയുൾപ്പെടെ കടലിലെ എല്ലാ യാത്രാ വിനോദ പരിപാടികളും താൽക്കാലികമായി ഖത്തർ കഴിഞ്ഞ ദിവസം തന്നെ വിലക്കിയിരുന്നു. സുരക്ഷ മുൻനിർത്തിയാണ് കടലിൽ ഇറങ്ങരുതെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജ്യാന്തര ചരക്ക് കപ്പലുകൾക്ക് നിരോധനമില്ല. കഴിഞ്ഞ ദിവസം ബോട്ടിൽ മിസൈൽ ഭാഗങ്ങൾ പതിച്ച് ഖത്തർ പൗരൻ മരിച്ചിരുന്നു. ഇറാന്റെ മിസൈൽ ഭാഗങ്ങളാണോ ബോട്ടിൽ പതിച്ചതെന്നതിൽ സ്ഥിരീകരണമില്ലെങ്കിലും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഇപ്പോൾ ആ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹോർമുസിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. വലിയ നിരോധനമൊന്നുമില്ല എങ്കിൽ പോലും അവിടെയും ആശങ്കകൾ പരക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചകൾ, അതിൽ ഉരുത്തിരിയുന്ന ധാരണകൾ, അതടിസ്ഥാനമാക്കിയായിരിക്കും ഇറാന്റെയും അമേരിക്കയുടെയും നീക്കങ്ങൾ. അതുകൊണ്ട് എന്തും സംഭവിക്കാം എന്നൊരു സാഹചര്യമുണ്ട്. നേരിട്ടല്ലെങ്കിലും ചർച്ചകൾ നടക്കുന്നത് ആശ്വാസമാണ്. ആ ചർച്ചകൾ ഈ സമാധാന കരാറിന്റെ നടത്തിപ്പിന് ഉപകാരപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. പ്രശ്നപരിഹാരം ഉണ്ടാകട്ടെ എന്ന് കരുതാം. അവിടെ നിന്ന് ഒരു പിന്നോട്ട് പോക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ അമേരിക്ക കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക വളരെ സജീവമായി തന്നെയുണ്ട്. അപ്പോൾ നിർണായകമാണ് ഈ വരുന്ന മണിക്കൂറുകളും ദിവസങ്ങളും. എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.